الحمد حمدا دائما لدوامك وباقيا لبقائك وخالدا لخلودك زينة عرشك ورضا نفسك ومداد كلماتك اللهم ربنا لك الحمد كما ينبغي لكرم وجهك وعز جلالك فنعم الرب أنت ونعم المولى أنت إلهنا كلنا ناصرا وإلينا ناظرا وعلينا منعما وبنا رؤوفا ومنا راضيا أنت أحوجتنا فاكفنا أنت أمرلتنا فاشفنا أنت وعدتنا فأوفنا يا ذا الجلال والإكرام اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ റബ്ബേ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന പരിപാടികൾ മുഴുവനും ആ പരിപാടികളോട് ബന്ധപ്പെടുന്ന മറ്റ് പരിപാടികളെയെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സൽക്കർമ്മമായി നീ എണ്ണണം തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ ഇതിന്റെ പ്രതിഫലം കൊണ്ട് ഈ പള്ളിന്റെ സ്ഥാപക നേതാവ് പടച്ചവനെ ഇബ്രാഹിം എന്നവർ ഒരുപാട് കുടുംബത്തിനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടിതാ പള്ളിന്റെ ചാരത്ത് പടിഞ്ഞാറ് വശത്ത് കിടക്കുന്നു. അവരുടെയും ഞങ്ങളുടെയും ഇവിടെ മറപ്പെട്ടെടുക്കുന്ന എല്ലാ കുടുംബക്കാരുടെയും ഞങ്ങളെ മാതാപിതാക്കളുടെയും ഖബറുകളെ വിശാലമാക്കണേ അല്ലാ, വീതിയാക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ, നീ ക്ഷമിക്കണേ അല്ലാ, നീ സഹിക്കണേ അല്ലാ, നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളെ ദോഷങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനായിട്ടെങ്കിൽ പോലും ഞങ്ങളോട് വായിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ നേതാവായ മുത്ത് മുസ്തഫ കണ്ടുപോകും, അവിടുന്ന് പടച്ചവനെ ഖേദിച്ചു പോകും, അവിടുന്ന് ദുഃഖി വിഷമിച്ചു പോകും. ആ വിഷമമുണ്ടാകരുത്. അതുകൊണ്ട് ഞങ്ങളെ റിക്കാർഡുകളിൽ നിന്നും ഞങ്ങളെ കൽബുകളിൽ നിന്നും റഹ്മാൻ എന്ന മലക്ക് ഞങ്ങൾക്ക് ഉറുക്ക് പോലെയാക്കി തന്നതായ ആ കടലാസിൽ നിന്നും ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ ഇന്ന് ദുനിയാവിലെ പലവിധ ആവശ്യങ്ങൾക്കും ആഖിറത്തിലെ മരണപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കുമായി പലരും പണമായിട്ടും ഇറച്ചിയായിട്ടും സംഭാവന തന്നിരിക്കുന്ന തമ്പുരാനെ, ഉസ്താദന്മാർക്കും തങ്ങന്മാർക്കും ഇവിടെ പടച്ചവനെ പരിപാടിക്ക് വേണ്ടി പടച്ചവനെ വീടുകളിൽ നിന്ന് ഭക്ഷണം തന്നവരുമുണ്ട് തമ്പുരാനെ. ഇന്ന് നാട്ടിലുള്ളവരും വിദേശത്ത് കഴിയുന്നവരും ഈ പരിപാടിയിലേക്ക് സംഭാവന തന്നവരുണ്ട് തമ്പുരാനെ. അനുഗ്രഹിക്കണേ, ഏറ്റെടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂൽ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ വിദേശത്ത് പോയവരെ നന്നാക്കണേ അല്ലാ, വിദേശത്ത് പോയവരെ നന്നാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഇവർക്കെല്ലാം വിദേശത്ത് മാർഗദർശനം നൽകുന്നതായ ഇസ്മായിൽ എന്ന് പറയുന്ന സഹോദരൻ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അല്ലാതെയും ഈ നാട്ടിൽ നേതൃത്വം നൽകുന്നവരുണ്ട്, പള്ളിയിലായി നേതൃത്വം നൽകുന്നവരുണ്ട്. അവരെല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ റബ്ബേ ആഫത്ത് മുസീബത്ത് ഇടങ്ങേറ് മശക്കത്തുകളെ തൊട്ട് പാരമ്പര്യം കുടുംബം തറവാട് ഭാഗത്തിലുള്ള ആഫത്ത് മുസീബത്ത് ഇടങ്ങേറ് മശക്കത്തുകളെ തൊട്ട് റുഹാനി ഇഫ്രീത്ത് ഇബ്ലീസ് പീഡപിശാച് നരഭൂതവർഗത്തിന്റെ ഷർറുകളെ തൊട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, തെണ്ടുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയാലെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അത്തരത്തിലുള്ളവരുടെ എല്ലാ വിഷമങ്ങളെയും നീ നീക്കിക്കൊടുത്ത് റാഹത്ത് നൽകി സുഖം നൽകണേ അല്ലാ. ഭാര്യമാരുടെ സുഖം കിട്ടാത്ത ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാരുടെ സുഖം കിട്ടാത്ത ഭാര്യമാരുണ്ട്, മാതാപിതാക്കൾക്ക് ചൊല്ലിയതുപോലെ അനുസരിക്കാത്ത മക്കളുള്ളവരുണ്ട്, മാതാപിതാക്കൾ പറഞ്ഞ് നല്ല വാക്ക് പറയാത്ത മക്കളുള്ള വീടുകളുണ്ട്. എല്ലാവർക്കും സൽസ്വഭാവത്തിന്റെ വഴികളിലായി നല്ല നല്ല കലിമത്തും തയ്യിബ എന്ന് പറയുന്ന വാക്കിലൂടെ അല്ലാഹുവേ ആ സന്തോഷം കിട്ടാത്തവർക്കെല്ലാം നിന്റെ ഭാഗത്തിൽ നിന്ന് കൺകുളിർമ നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ.
സമാധാനം നൽകണേ അല്ലാ. നിക്കാഹിന്റെ മന്ത്രം ഓർത്തുകൊണ്ട് ജനാലയത്തിൽ നോക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഞങ്ങളെ കുടുംബത്തിലുണ്ട്, ഈ നാടുകളിലുണ്ട്. ഈ പള്ളിയുമായിട്ട് മഹല്ലത്ത് അംഗത്വം സ്വീകരിച്ച മഹല്ലത്തുകൾ ഉണ്ടാകാം. അത്തരം പെൺകുട്ടികൾക്ക് പടച്ചവനെ കുഫുവത്ത ഭർത്താക്കന്മാരെ കാണിച്ചു കൊടുക്കണേ അല്ലാ. കല്യാണം കഴിയണം, നല്ല പെണ്ണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ച് നടക്കുന്ന ആൺകുട്ടികളെ, യുവാക്കള്, അവർക്ക് അനുയോജ്യരായ പടച്ചവനെ ഇണയെ കാണിച്ചു കൊടുക്കണേ അല്ലാ. കല്യാണം കഴിച്ചിട്ടെന്ത് കാര്യം? മക്കളില്ലല്ലോ, ജീവിതം നിസ്സഹമായി പോയി, ജീവിതത്തിൽ പൊരുതുകേട് വന്നുപോയി എന്നാഗ്രഹിക്കുന്ന മാതാ പടച്ചവനെ ദമ്പതികളുണ്ട്. ആ ദമ്പതികൾക്ക് പടച്ചവനെ മക്കളെ നൽകണേ അല്ലാ, സന്തോഷഭാഗ്യം നൽകണേ അല്ലാ, സന്തോഷത്തിന്റെ വഴി തുറക്കണേ അല്ലാ. പടച്ചവനെ ഗർഭം ധരക്കലിന് മുടക്കിക്കളയുന്ന എല്ലാ കാരണങ്ങളെയും നീ നീക്കണേ അല്ലാ. ഗർഭിണിയാകാനും മക്കളുണ്ടാകാനും പ്രചോദനം നൽകുന്ന വഴികളെ നീ തുറക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഈ നാടിനെ നന്നാക്കണേ അല്ലാ, നാട്ടിലുള്ളവരെ നന്നാക്കണേ അല്ലാ. ഇസ്സത്തിന്റെയും അഭിമാനത്തിന്റെയും നാടുകളിൽ നീ പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കായ റബ്ബേ, കുത്തിബീത്തിന് വേണ്ടി സഹകരിച്ചവരുണ്ട്, ശരീരം കൊണ്ട് അധ്വാനിച്ചവരുണ്ട്, പണം ചെലവഴിച്ചുകൊണ്ട് സഹായിച്ചവരുണ്ട്, ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും സഹായിച്ചവരുണ്ട്. അത്തരത്തിലുള്ളവർക്ക് നിന്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായത്തിന്റെ മാർഗത്തിന്റെ വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ മുലൂക്കും അല്ലാമുൽ ഗുയൂബുമായ തമ്പുരാനെ, ആഖിർ സമാനിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഫിത്നകൾ ഇടക്കിടെ കോടിക്കണക്കിന് ഇറങ്ങുന്ന സാഹചര്യമാണ്. അല്ലാഹുവേ, ഫിത്നകൾ തട്ടിത്തരണേ അല്ലാ, ഫിത്നകൾ ഇറങ്ങലിനെ തൊട്ട് കാക്കണേ അല്ലാ. ആഖിർ സമാനിന്റെ ഫിത്നകളെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സന്തോഷം വരണം, ഞങ്ങൾക്ക് ഞങ്ങളെ ഇസ്ലാമുമായിട്ടുള്ള ഈ ദീനുമായിട്ടുള്ള സന്തോഷം തരണം, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായിട്ടുള്ള സന്തോഷം തരണം. ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് സന്തോഷം തരണം. ഞങ്ങളെ ഭാര്യ മക്കൾക്ക് അവർക്ക് നീ നിശ്ചയിച്ചതായ ഭക്ഷണം എത്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കൺകുളിർമ തരണം. സഹായിക്കണേ അല്ലാ, കൈപിടിക്കണേ അല്ലാ, ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ, ആഫത്ത് മുസീബത്തുകളെ തൊട്ട് തട്ടണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന പണങ്ങളൊക്കെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് തീരുന്ന സാഹചര്യം, അല്ലെങ്കിൽ മന്ത്രവാദിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടുകൊണ്ട് തീർക്കുന്ന സാഹചര്യം വരലിനെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാ. പൊരുതുകേടിലാക്കരുതേ അല്ലാ, വിഷമത്തിലാക്കരുതേ അല്ലാ. പണത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ, ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിനെ പടച്ചവനെ വിശാലമാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സിനെ വീതിയാക്കണേ അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമയോളം ജീവിതരസം തരണേ അല്ലാ, ജീവിതരസം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കാൻ അർഹരല്ലെങ്കിലും നീ തരാൻ അർഹനാണല്ല തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഈമാൻ ബാക്കിയാക്കണേ അല്ലാ, ഞങ്ങളെ സ്വഭാവം നിലനിർത്തി തരണേ അല്ലാ, ഞങ്ങളെ സ്വഭാവം മെച്ചപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ സ്വഭാവം സൽസ്വഭാവമാക്കി തരണേ അല്ലാ, ഞങ്ങൾക്ക് തഖ്വ തരണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട് ഞങ്ങളെ മാതാപിതാക്കളുള്ളവരുണ്ട്, കൂട്ടുകുടുംബക്കാരുണ്ട്. പടച്ച തമ്പുരാനെ, ഭർത്താവിന്റെ സുഖം കിട്ടുന്നതിന് മുമ്പ് ഭാര്യന്റെ അടുക്കൽ നിന്ന് മരണപ്പെട്ടു പോയ ഭർത്താവുണ്ട്. അല്ലാഹുവേ, ഭർത്താവിന് സുഖം കിട്ടുന്നതിന് മുമ്പ് നീ നിന്റെ ഭാഗത്തിലേക്ക് വിളിച്ച ഭാര്യമാരുണ്ട്, മരണം നിന്റെ അടുക്കലുണ്ട്. എല്ലാവരുടെയും ഖബറ് വിശാലമാക്കി ഭീതിയാക്കി തരണേ അല്ലാ, വിശാലമാക്കി ഭീതിയാക്കി തരണേ അല്ലാ. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് നീ വിളിക്കുന്ന സമയത്ത് കഫൻ പുട തന്നാലെ ഉയർന്നു പോകുമെന്നും അത് ഊരിപ്പാറിക്കാറ്റിൽ പോകുമെന്നും അവിടെ നിന്നും തെളിച്ചു കൊണ്ടുപോകുന്നത് ഓരോ മനുഷ്യനിക്കും 2 മലക്കുകളാണ് എന്നും മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. മഹ്ശറിലേക്ക് എത്തിയാലോ ലക്ഷക്കണക്കിന് മലക്കുകൾ ചങ്ങല പിടിച്ചുകൊണ്ട് ജഹന്നമി എന്ന നരകത്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നരകം കയർക്കുന്നു, നരകം കോപിക്കുന്നു. ആ വെപ്രാളത്തിൽ ഞങ്ങൾ ചെയ്യുന്ന സദഖ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ.
ഞങ്ങൾ ചെയ്യുന്ന സദക്ക കൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന സദക്ക കൊണ്ട് പള്ളിയെ സഹായിച്ചവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമർ റഹീമീനായ റബ്ബേ, കച്ചവടത്തിൽ ബറക്കത്ത് താ അല്ലാ, കച്ചവടത്തിൽ ബറക്കത്ത് താ അല്ലാ, ഇടപാടിൽ ബറക്കത്ത് താ അല്ലാ. ഭർത്തവനെ വിദേശ യാത്രയിൽ ബറക്കത്ത് കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ, പ്രത്യേകിച്ച് സാറ എന്ന് പറയുന്നതായ ആ പെൺകുട്ടിയുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ആ പെൺകുട്ടിക്ക് കൈകാലുകൾക്ക് ആഫിയത്ത് കൊടുത്തുകൊണ്ട് ഞങ്ങളെപ്പോലെ നടന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സാധിപ്പിക്കണേ അല്ലാ, സാധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, മുഴുവനും നശിച്ചതായ അവസരം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാം നശിച്ചു. എല്ലാ ഭാര്യമാരും വിട്ടേച്ച് ഒഴുകിപ്പോയി. അതേപോലെ തന്നെ ഇനി ഒന്നും ബാക്കിയില്ല. ഇതാ പുഴുക്കൾ വന്നിട്ടുണ്ട്, കുറുനാവിനെ കുത്താൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും അല്ലാഹുവേ, ഇതെല്ലാം വന്നതിന്റെ ശേഷവും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാരകമായ രോഗത്തിന് ശിഫിയാക്കി കൊടുത്ത അല്ലാ, ഈ വാക്കിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനത്തിലൂടെ നീ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത് എനിക്ക് എന്തും കഴിയും. ആ കഴിവിനെ മുന്നിട്ട് ചോദിക്കുന്നു, ആ സാറാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആരോഗ്യം നീ നീ തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആ മാതാപിതാക്കൾക്ക് സന്തോഷം വരണം, കുടുംബത്തിന് ആ സകലം രസവും സന്തോഷം വരണം. ആ കുട്ടിക്ക് പടച്ചവനെ സംസാരിക്കാനുള്ള ശേഷി, നടക്കാനുള്ള ശേഷി, പിടിക്കാനുള്ള ശേഷി, തിന്നാനുള്ള ശേഷി നൽകണം തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന അർഹമർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഈ നാട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മൈക്കിന്റെ ആളോ ജനറേറ്ററിന്റെ ആളോ ഒന്ന് വിളിച്ചാൽ എത്രയും പെട്ടെന്ന് ആ വരുന്നവരിൽപ്പെട്ടവരാണ് അസ്റഫ് പുത്തൂർ. അദ്ദേഹത്തിന് പടച്ചവനെ ദീർഘായുസ് നൽകണം തമ്പുരാനെ. ഈ സൗണ്ട്സിലും അതേപോലെ തന്നെ ജനറേറ്ററിലും അദ്ദേഹത്തിന് ബറക്കത്ത് നൽകണം തമ്പുരാനെ, ബറക്കത്ത് നൽകണം തമ്പുരാനെ. അതേപോലെ തന്നെ ഞങ്ങളെ വിഷയങ്ങളും പ്രവർത്തനങ്ങളും വിദേശത്തേക്ക് എത്തുന്ന ഓൺലൈൻ സംവിധാനം ഏറ്റെടുത്ത നാസർ മദനി ഉസ്താദിൻ, ബഷീർ മദനി ഉസ്താദിനും നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ, ദീർഘായുസ് നൽകണം തമ്പുരാനെ. അവരുടെ വീട്ടിൽ അഭിവൃദ്ധി നൽകണം തമ്പുരാനെ, അഭിവൃദ്ധി നൽകണം തമ്പുരാനെ. ഇവരെ ചോറുണ്ടാക്കുന്ന സമയത്ത് അതിന് കെട്ടുന്ന ജോലിയായാലും മറ്റ് ഏതെങ്കിലും ഒരു ചെറിയ വഴിയായാലും ഒരു കാട്ടം പറക്കി അങ്ങോട്ട് ഇടുന്ന ജോലിയായാലും ചെയ്ത യുവാക്കള്, ചെയ്ത രക്ഷിതാക്കള്, ചെയ്ത നാട്ടുകാര്, ചെയ്ത മറ്റുള്ളവർ എല്ലാവർക്കും അവരവരോട് യോജിച്ചതായ അനുഗ്രഹവും അംഫാത്തും ഉപകാരവും നീ ചെയ്തു കൊടുക്കണേ അല്ലാ, ചെയ്തു കൊടുക്കണേ അല്ലാ, ചെയ്തു കൊടുക്കണേ അല്ലാ. ഇവിടെ ദീനീ ഉലൂമിലായിട്ട് ആത്മീയമായ ചൈതന്യത്തിന്റെ നേതൃത്വം കടച്ചവനെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഖതീബ് ഉസ്താദ്, മുഅദ്ദിൻ ഉസ്താദ്, മുഅല്ലിം ഉസ്താദ്, അതേപോലെ തന്നെ മറ്റു ഉസ്താദന്മാർ, നാട്ടിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജിമാർ, അതേപോലെ തന്നെ കമ്മിറ്റി മറ്റവരായ ഭാരവാഹികൾ എല്ലാവർക്കും അർഹിക്കുന്ന പ്രതിഫലം നീ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണം തമ്പുരാനെ, അനുഗ്രഹിക്കണം തമ്പുരാനെ. ഇവിടെയുള്ള ഉസ്താദന്മാർ ചൊല്ലിക്കൊടുക്കുന്ന ഇൽമ കൊണ്ട് ഈ നാട്ടിലെ കുട്ടികൾക്ക് നീ ഉപകാരം ചെയ്യണം തമ്പുരാനെ. എൻഗമെന്റ്സിന്റെ കുട്ടികളെയും നീ അനുഗ്രഹിക്കണം തമ്പുരാനെ, ഇസ്ലാമിന്റെ കമ്മിറ്റിയാക്കണം തമ്പുരാനെ. ആ എൻഗമെന്റ്സിന്റെ പടച്ചവനെ ആത്മീയമായ ചൈതന്യം നൽകുന്ന രക്ഷിതാക്കൾക്ക് നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ, അവരുടെ കമ്മിറ്റിയിൽ ബറക്കത്ത് നൽകണം തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.